വെറും ഡാൻസും പാട്ടും മാത്രമല്ല ഞങ്ങൾ ഇത്തിരി പഠിക്കുകയൊക്കെ ചെയ്യേ. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് കുറച്ചധികം നേരം ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിപ്പിക്കും, പക്ഷെങ്കിൽ കുറേ എഴുതാനുണ്ടാവും. പിന്നെ കുറച്ച് പഠിക്കുമ്പോഴത്തേക്കും ഉറക്കം വന്ന് അങ്ങനെയൊക്കെ സമയം അങ്ങ് പോവും. അല്ലെങ്കിൽ വസുമോൻ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ വസു ഉറങ്ങുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിന്റെ നടുവിലുണ്ടാവും. ഒന്നുകിൽ ബുക്ക് കീറും, അല്ലെങ്കിൽ പെൻസിൽ പൊട്ടിക്കും, റബ്ബർ എടുത്ത് തിന്നും. അങ്ങനത്തെ ഓരോ കലാപരിപാടികൾ വസുവും നടത്തും. അതുകൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റാറില്ല. അപ്പൊ ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും സാൻവിയും പഠിക്കാനിരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഞാനും സാൻവിയും നോർമലായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ രൗദ്രഭാവത്തിലും സാൻവി സങ്കടഭാവത്തിലും ആയിരിക്കും. ടീച്ചർമാരെയൊക്കെ ഞാൻ നമിക്കുന്നു കേട്ടോ, ഈ മക്കളെയൊക്കെ ഇത്ര ക്ഷമയോടെ പഠിപ്പിക്കുന്നതിൽ. അപ്പോൾ ഞാനിപ്പോൾ അടുത്തതായിട്ട് എടുക്കുന്നത്, നമ്മൾ ടൈം ടേബിൾ ഇതുവരെ A4 ഷീറ്റിൽ എഴുതിയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടില്ല. ഫോണിൽ നോക്കിയിട്ടാണ് രാവിലെയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തത്. അപ്പോൾ നമ്മളെപ്പോഴും ടൈം ടേബിൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. എന്നാൽ പിന്നെ രാവിലെ പെട്ടെന്ന് കഴിയല്ലോ എടുത്ത് വെക്കുന്ന കാര്യത്തിൽ. എന്നാ ചെയ്യുന്നെന്ന് ടൈം ടേബിൾ മെഷീമൽ ഒട്ടിക്കാൻ പോവാ. ഒട്ടിക്കുന്ന എന്തിനാ? രാവിലെ നോക്കിയെടുക്കാൻ. സ്വന്തമായിട്ട് നോക്കിയെടുക്കാൻ. ആരാ ടൈം ടേബിൾ നോക്കിയെടുക്കുക? മദർ. ഇനി ആരാ നോക്കി എടുക്കണ്ടേ? മീ. ഓക്കെ. ഒന്നാം ക്ലാസ് മുതൽ സാൻവി തന്നെയാണ് ടൈം ടേബിൾ നോക്കി എടുക്കാറ്. അതിന് ഞങ്ങളൊരു ടെക്നിക്ക് കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്നും വായിക്കാൻ അറിയുന്നൊരു പ്രായമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊരു ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഇത് സാൻവിനോട് ഒരു മിസ് പറഞ്ഞു കൊടുത്തിട്ട് സാൻവി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിനുശേഷം അങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ സാൻവി ഒറ്റയ്ക്ക് അതനുസരിച്ചിട്ട് എടുത്ത് വെച്ചോളും. അപ്പോൾ ഇത്രയും ദിവസം മിസ് അയച്ചു തന്നത് എൻ്റെ ഫോണിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അത് നോക്കിയിട്ടാണ് രാവിലെ എടുത്ത് വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ആ ഒരു ടെക്നിക്സ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞങ്ങൾക്കിതൊരു പുതുമയായിരുന്നേ. അപ്പം അതിനിടയിൽ സാൻവീന ചെറിയാൻറ്റി വന്ന് വിളിച്ചു, അംഗനവാടിയിൽ എന്തോ സാധനം വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാൻവി അതാ ചെറിയാനീൻ്റെ അടുത്ത് പോയി. സാൻവി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ആശ്വാസമായി. കാരണം ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിലും എനിക്ക് ബുദ്ധിമുട്ട് അവൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയലാണ്. എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് സാൻവിക്ക് ഒരു 100,000 ചോദ്യങ്ങൾ ഉണ്ടായും ചോദിക്കാൻ. കുറേയൊക്കെ സമാധാനത്തിൽ ഉത്തരം പറയും, പിന്നീടുള്ളതൊന്നും സമാധാനത്തിലായിരിക്കില്ല. കാരണം അവൾക്ക് അത്രയേറെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അമ്മയും ഉണ്ട് മുറ്റത്ത്. അമ്മ കുഞ്ഞാവേനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു സാൻവി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എഴുതി വെച്ച്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര വലിയ മൊഞ്ചൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ടെക്നിക്സ് ഇതാണ്. ഞങ്ങളിങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ കളർ സെറ്റ് ചെയ്യും. അപ്പോൾ ആ കളറിൽ ആ സബ്ജക്റ്റിൻ്റെ ബോക്സിൽ ആ കളർ അടിക്കും. അപ്പോൾ ഇതാവുമ്പോൾ സാൻവിക്ക് അറിയാം ഇംഗ്ലീഷിന് ഏത് കളറാണ്, മലയാളത്തിന് ഏത് കളറാണ് എന്നുള്ളത്. അപ്പോൾ ആ കളർ പ്രകാരം അവൾ ബുക്ക് എടുത്ത് വെച്ചോളും. പിന്നെ 1-2 പീരീഡ് മാത്രമുള്ള സബ്ജക്റ്റുകൾ, അതായത് ഇപ്പോൾ PT, മോറൽ സയൻസ് അങ്ങനത്തെയൊക്കെ കളർ ചെയ്യൂല. കാരണം അത് അവൾക്ക് വായിക്കാൻ അറിയാൻ പറ്റും. ഇങ്ങനത്തത് ഇപ്പോൾ സാൻവി വായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ 2ാം ക്ലാസ്സിലായാലേ ഇപ്പൊ വായിക്കുകയൊക്കെ ചെയ്യും. ഇത് ഒരു 1ാം ക്ലാസ് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല, ശരിക്ക് ഇവള് വായിച്ചോളും. അപ്പോ ഇതെന്നാലും ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും വിചാരിച്ച്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആണെങ്കിലെന്ന് വിചാരിച്ച് കാണിച്ചതാണേ. അപ്പോൾ നല്ല സാവകാശത്തിൽ ഇങ്ങനെ അടിക്കാനൊക്കെ പറ്റുന്നതിലൊരു കാരണം കൂടിയുണ്ട്. വസുമോൻ ഉറങ്ങുന്നതാണ്. ഇല്ലെങ്കിൽ ഈ കളർ എടുത്ത് ഒന്നുകിൽ ചുമരിൽ വരക്കും, അല്ലെങ്കിൽ വായിലെടുത്തിടും. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് വസു ഒപ്പിച്ചോളും. വസുവിനെയും കൊണ്ട് ഒരു പണിയെടുക്കുമ്പോൾ 4 കണ്ണ് 4 സൈഡിലായിട്ട് വേണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ വസു ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത്. ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, ഈ കളറൊക്കെ വസു വായിലെങ്ങാൻ എടുത്തിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യൂല. അപ്പോഴത്തേക്കും നമ്മളെ കുട്ടിപ്പട്ടാളം എത്തിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ് അമ്മ ഇനി ഞാൻ അടിച്ചോളാന്ന് പറഞ്ഞിട്ട് വലിയ ആളായിട്ട് അടിക്കാനിരുന്നു. അവളിത് അടിക്കുമ്പോഴേ എനിക്കറിയാം ഇത് കുറച്ച് നേരെ ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ പറയും അമ്മ കൈകടയെന്ന്, അമ്മ അടിച്ചതാ, പിന്നെ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അടിക്കുന്ന സമയം വരെ അടിക്കട്ടെ എന്ന്.
അപ്പോൾ എല്ലാത്തിനും ഒരു ചെറിയ മടിയുണ്ട്, കൈയൊക്കെ വേഗം വേദനയാവുമെന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് ഞാനും സാൻവിയും ചെയ്തു വെച്ച ടൈം ടേബിള്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ഉപകാരമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതുമ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. ഞാൻ പിന്നെ അത് അവളുടെ പഠിക്കുന്ന മേശയുടെ സൈഡിലായിട്ട് ഒട്ടിച്ചു വെച്ചു കൊടുക്കും. അവളത് രാവിലെയോ രാത്രിയോ ബുക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അത് നോക്കി ബുക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പഴയ സ്കൂൾ കാലമൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ ടൈം ടേബിൾ എഴുതി വെക്കുന്നതും ഒട്ടിക്കുന്നതും ബുക്കിൽ എഴുതി വെക്കുന്നതും അങ്ങനത്തെ ഓരോരോ ഓർമ്മകൾ. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് കയറി എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ശരി, ഓക്കെ. ബൈ.